ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നമുക്ക് ഒരു പൂ ഉണ്ടാക്കിയല്ലോ. അതിന് വേണ്ടിയിട്ട് ഇത് 2-3 കളർ പ്ലാസ്റ്റിക് കവറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതെടുത്തിട്ടുണ്ട്, ഇങ്ങനത്തെ കളർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേപോലെ ഈ കളർ എടുത്തിരിക്കുന്നത് നമുക്ക് വളരെ ചെറുതായിട്ടൊന്ന് മടക്കി എടുത്തിട്ട് നമുക്കൊന്ന് ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രയുള്ളൊരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് ഇതേപോലെ വളരെ ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുത്തിട്ട് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് പോകരുത് കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് മാക്സിമം എന്തോരം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് ഇത് മൊത്തം എടുക്കാം. ഇതങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഈ വലിപ്പത്തിലുള്ള 2 ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വലിപ്പം കുറവായിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ നീളത്തിലുള്ളത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഇത്ര നീളത്തിലുള്ളത് ഇതേപോലെ നീളത്തിലുള്ളത് നിങ്ങൾ ഒരെണ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതേപോലത്തെ കവറാണ് എടുത്തിരിക്കുന്നത്. ഈ കവർ ഇതേപോലെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിങ്ങനെ 2ആയിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നൂല് സൂചി ഉപയോഗിച്ച് ഇതൊന്ന് കോർത്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ 2 ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നമുക്ക് നൂല് സൂചി ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെയൊന്ന് സൂചിയിൽ ഇങ്ങനെയൊന്ന് കോർത്ത് കൊടുക്കുക. ഇങ്ങനെ ഇത് മൊത്തം ഇങ്ങനെ ഇതേപോലെ കോർത്ത് കൊടുക്കുക. വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. ചെറിയ കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും വലിയവർക്കാണെന്നുണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പൂക്കളാണ് കേട്ടോ ഇത്. ഇത്രയേ ഉള്ളൂ, ഇത്രയും മതി കേട്ടോ. ഇതേപോലെ ഒന്ന് കോർത്ത് കൊടുത്തതിന് ശേഷം ഇത് തമ്മിലൊന്ന് കൂട്ടിക്കെട്ടി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിനേക്കാൾ വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പീസും കൂടെ ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. അതും കൂടി ഈ 2 നമ്മൾ ഊരി പോകാത്ത വിധത്തിൽ വേണം കേട്ടോ. 2 നമ്മൾ ഊരി പോകരുത്. ഇതിനേക്കാളും വലിയ പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വീണ്ടും നമ്മൾ ഇതൊന്നും കൂടെ നമുക്കൊന്ന് ചുറ്റിക്കെട്ടി കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് ചുറ്റിക്കെട്ടി കൊടുക്കാം. ഇതൊരെണ്ണം നമ്മളിതിങ്ങനെ കോർത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ ഞാൻ കോർത്ത് വയ്ക്കുകയാണ്. വലിപ്പം കൂടുതൽ വലിപ്പമുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വീണ്ടും നമ്മൾ ഇതേപോലത്തെ കവറുകൾ ഇങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ കോർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വലിയ വലിപ്പത്തിലുള്ള പൂക്കൾ നമുക്ക് കിട്ടും. ഇതും കൂടെ ഞാനിങ്ങനെ ഒന്ന് കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കോർത്ത് നമുക്കത് തമ്മിലൊന്ന് കൂട്ടിക്കെട്ടി കൊടുക്കണം. ഇങ്ങനെയൊന്ന് കോർത്ത് ഇത് തമ്മിലൊന്ന് കൂട്ടി കെട്ടി കൊടുക്കാം. ഇത് തമ്മിൽ എന്തോരം കൂട്ടിക്കെട്ടി നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കാവോ അതനുസരിച്ച് നമ്മൾ ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കാം. ഇത് തമ്മിലൊന്ന് കൂട്ടി ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കാം. ഇങ്ങനെയൊന്ന് കെട്ടി എടുക്കാം. ഇങ്ങനെ കെട്ടിയെടുക്കലൊക്കെ വളരെ എളുപ്പമല്ലേ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേതല്ല കേട്ടോ. ഇങ്ങനെയൊന്ന് കെട്ടി എടുക്കുക. നല്ല ടൈറ്റായിട്ട് ഊരി പോകരുത് കേട്ടോ. ഊരി പോകാത്ത വിധത്തിൽ നമ്മളിതൊന്ന് കെട്ടിയെടുക്കാം. ഇങ്ങനെയൊന്ന് കെട്ടി കൊടുക്കാം. നൂൽക്കമ്പിയുടെ അറ്റത്തേക്ക് അറ്റം ഒന്ന് വളച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. നൂൽക്കമ്പിയിലേക്ക് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം. ഇപ്പോൾ ഈർക്കിലിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് പശ വെച്ച് ഒട്ടിക്കേണ്ടതാണ് കേട്ടോ. പശ വെച്ച് ആദ്യം ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നമ്മളിതിങ്ങനെ ചെയ്യാം. ഇതിങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഈർക്കിലി ഇതാകുമ്പോഴത്തേക്ക് ഇതൊന്ന് വളച്ചു കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കണം. നീണ്ടു പോകരുത്, അടിവശം ഒരുപോലെ തന്നെ ഇരിക്കണം. ഇങ്ങനെ കയറി ഇറങ്ങി പോകരുത്. ഇതിൻ്റെ അടി എപ്പോഴും ഒരേപോലെ തന്നെ ഇരിക്കുക. ഇതിപ്പോൾ ഇത്രയും പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതിപ്പോൾ ഇതിങ്ങനെ ചെറുതാണല്ലോ ഇതിൻ്റേത്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റിയതിന് ശേഷം ഒന്ന് നൂല് ഉപയോഗിച്ചൊന്ന് ചുറ്റി കെട്ടിയിട്ടാണ് ഞാൻ അടുത്തതൊന്ന് കെട്ടി കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് ഊരി പോകും കേട്ടോ. നിങ്ങൾക്ക് ഒറ്റ ഇതായിട്ടാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ കെട്ടണമെന്നില്ല. എല്ലാം കൂടെ ചുറ്റിയതിന് ശേഷം മാത്രം നിങ്ങൾ കെട്ടിക്കൊടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഒരെണ്ണമായി ഇങ്ങനെ 2 പീസായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് കെട്ടുന്നത്. അടുത്തതും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഇങ്ങനെയൊന്ന് വെച്ച് കെട്ടിക്കൊടുക്കാം. സിമ്പിളാട്ടോ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ.
ഇതിങ്ങനെയൊന്ന് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് വെച്ച് ഒന്ന് കോർത്ത് കൊടുക്കാം. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി നടുക്ക് വെച്ച് ഇതൊന്ന് കോർത്ത് കൊടുക്കാം. ഇതിങ്ങനെയൊന്ന് കോർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ നമുക്കൊന്ന് കോർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മളിത് വേറൊരു കളർ എടുത്ത് നമുക്കൊരു ചതുരത്തിലുള്ളൊരു പീസ് വെട്ടിയെടുക്കാം. ചതുരത്തിലോ റൗണ്ടിലോ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ വെട്ടിയെടുക്കുക. ഞാനിപ്പോൾ ഇത് ചതുരത്തിലാണ് കേട്ടോ ഇത് വെട്ടിയെടുക്കുന്നത്. നമുക്ക് ഏത് പീസ് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ റൗണ്ടിലാണെങ്കിലും നമുക്ക് ഇതേപോലെ വെട്ടിയെടുക്കാവുന്നുള്ളൂ. ചെറിയൊരു റൗണ്ട് മതി കേട്ടോ. ഇത്രയുള്ളൊരു റൗണ്ട് മതി. അങ്ങനെ വെട്ടിയെടുത്ത് ഇപ്പോൾ ഗ്ലാസ് വെച്ച് ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചൊന്ന് കാണിച്ചു തരാം. ചതുരത്തിലായാലും വെട്ടിയെടുത്താൽ മതിയാവും. ഇങ്ങനത്തെ രണ്ടെണ്ണം വേണം. ഒരു പൂവിന് വേണ്ടിയിട്ട് ഇതേപോലെ രണ്ടെണ്ണം വേണം കേട്ടോ. ഇതേപോലെ ചതുരത്തിൽ വെട്ടിയാലും കുഴപ്പമില്ല, റൗണ്ടിൽ വെട്ടിയാലും കുഴപ്പമില്ല കേട്ടോ. നമുക്കിപ്പോൾ ഒന്ന് പെറ്റൽ തിരിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇതേപോലെ ഇങ്ങനെ വെച്ചു. അതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് വയ്ക്കുക. വീണ്ടും ഒന്നും കൂടി ഒന്ന് വെച്ചു. ഇത്രയേ ഉള്ളൂ. അതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് തുറന്നിട്ട് നമുക്ക് പെറ്റലെല്ലാം കൂടി ഒന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. പെറ്റലെല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് മേളിലേക്കും ഇങ്ങനെ ഏതെങ്കിലും ഒരു വശത്തേക്ക് നമ്മളിങ്ങനെ ആക്കുമ്പോൾ കത്രിക വെച്ചാക്കുമ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. അങ്ങനത്തെ രണ്ടെണ്ണം വേണം. ഇതേപോലത്തെ രണ്ടെണ്ണം ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതൊന്ന് കോർത്ത് കൊടുക്കാം. ഇതിങ്ങനെയൊന്ന് വെച്ചു. അതൊന്ന് പൊതിഞ്ഞു. അടുത്തത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് വെച്ചു. ഇതെങ്ങനെയൊന്ന് പൊതിഞ്ഞു കൊടുക്കുക. അത്രയേ ഉള്ളൂ. കണ്ടോ, വളരെ സിമ്പിളായിട്ടുള്ള പൂക്കൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അതിന് ശേഷം ഗ്രീൻ കളറ് ഇത് വെച്ച് ടേപ്പോ അല്ലെങ്കിൽ കവറോ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ചുറ്റി കൊടുത്താൽ മാത്രം മതി. നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വളരെ എളുപ്പമല്ലേ ഇതിപ്പോൾ ഇത് ചെയ്യാനായിട്ട്. കണ്ടോ, എന്ത് എളുപ്പമെന്ന് നോക്കിക്കേ. ഇങ്ങനത്തെ പൂക്കൾ ഉണ്ടാക്കാൻ ഇത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിങ്ങനെ ഫെവി ബോണ്ട് ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിത് ഫെവി ബോണ്ട് ഉപയോഗിച്ച് ഞാനിതൊന്ന് ഒട്ടിച്ചു കൊടുത്തു. അതിന് ശേഷം ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതൊന്ന് ഒട്ടിച്ചതിന് ശേഷം നമുക്കിങ്ങനെ ഇത് വെച്ച് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ഈ പൂക്കൾ ഉണ്ടാക്കാനായിട്ട് തന്നെ ഇതേപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഗ്രീൻ ടേപ്പ് അല്ലെങ്കിൽ ഗ്രീൻ കളറിലെ കവറോ ചുറ്റി കൊടുക്കാം. കവർ ഞാൻ ഇതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. ഈർക്കിലയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം നൂൽക്കമ്പി തന്നെ വേണമെന്നൊന്നുമില്ല. ഈർക്കിലയിലാണെങ്കിലും നമുക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഇതേപോലെ കവറൊന്നും വലിച്ചെറിഞ്ഞ് കളയാതെ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇതെല്ലാം. ഞാനിപ്പോൾ ഈ കാണിച്ചതെന്ന് ആർക്കും ചെയ്യാൻ പറ്റും. വെറുതെ നൂല് സൂചി ഉപയോഗിച്ചൊന്ന് കോർത്ത് കൊടുത്തിട്ട് ഒന്ന് വലിച്ചു കെട്ടിയാൽ മാത്രം മതിയല്ലോ. പിന്നെ ഇച്ചിരി പശയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യം എളുപ്പം നടക്കും.